വെൽക്കം ടു സിങ്സ് വ്ലോഗ് വൺസ് അഗെയിൻ. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വിയറ്റ്നാം ട്രിപ്പിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതൊരു ബാംബു പ്രോഡക്ട്സിൻ്റെ ഒരു ഷോപ്പാണ്. അതായത് മുളകളിൽ നിന്നും ഉണ്ടാക്കുന്ന തുണികളും ബാഗുകൾ, ചെരുപ്പ്, മുളയുടെ നാരിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു വിയറ്റ്നാമിലെ ഷോപ്പാണ്. അതിനെക്കുറിച്ചാണ് ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്. ടീഷർട്ട്, പാൻറ്റ്, ബാഗുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടു. ഏറെക്കുറെ എല്ലാം നല്ല മെറ്റീരിയൽസാണ്. വലിയ എക്സ്പെൻസീവും അല്ല. ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ് പ്രോഡക്റ്റുകൾ, നമ്മളെ നെക്ക് ബാൻഡ്, കയ്യിലിരിക്കുന്ന നെക്ക് ബാൻഡാണ്. നമ്മൾ കഴുത്ത് പെയിൻ എന്തെങ്കിലും വന്നാൽ കുറച്ച് വെള്ളത്തിൽ റബ്ബ് ചെയ്ത് കഴുത്തിൽ ചുറ്റുക. അതൊക്കെ കണ്ടു രസമുള്ള കാഴ്ചകളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊരു ചർച്ചാണ് കാണുന്നത് കേട്ടോ. റോഡ് സൈഡിലുള്ള ചർച്ചാണ്, കാത്തോലിക് ചർച്ചാണ്. അവിടുത്തെ കൂടുതൽ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ ബൈക്കാണ് കേട്ടോ, സ്കൂട്ടർ. നമ്മുടെ പഴയ ഒരു MITയുടെ രൂപതാവശ്യമുള്ള സ്കൂട്ടറാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതലും കാഴ്ചകളാണ് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ഫുട്പാത്ത് ആയാലും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. സിറ്റിയൊക്കെ വളരെ ക്ലീനാക്കിയാണ് അവർ സൂക്ഷിക്കുന്നത്. നമ്മുടെ ദുബായിലെ ഒരു റോഡിലൊക്കെ ചെയ്തേക്കുന്ന അതേ സിസ്റ്റമാണ് കേട്ടോ. ഫുട്പാത്തായാലും ബാക്കിയുള്ള സ്പേസൊക്കെ അവർ നല്ല ചെടികളൊക്കെ നട്ട് വളരെ മനോഹരമാക്കിയാണ് ആ സിറ്റിയും റോഡ് സൈഡും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മളൊരു ടെമ്പിള് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അവിടുത്തെ തന്നെ ഒരു പ്രശസ്തമായ ടെമ്പിളാണത്. പ്രത്യേകതകൾ പറയാൻ ഒത്തിരി ഉണ്ട്. വളരെ നിശബ്ദമായിരിക്കും അകത്ത്. നമുക്ക് അവിടെ അകത്ത് കയറി നിശബ്ദമായി പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ. യാതൊരു ശബ്ദമുണ്ടാക്കി പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നും പാടില്ല. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. വളരെ നല്ലൊരു സുഖകരമായ അനുഭവമായിരുന്നു. അതിലെ കാഴ്ചകളും അവിടുത്തെ നിശബ്ദമായ പ്രാർത്ഥനയും ഒരു ദൈവിക അനുഭവം. അതായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മുടെ ഗൈഡ് നമ്മളെ മുൻപേ ഇങ്ങനെ പോവുകയാണ്. അവിടെ നല്ല കലാപരമായ കൊത്തുപണികളും ശില്പങ്ങളും, ഇതുപോലെ ഇത് ഇത്രയും നിലയുള്ള വിളക്കാണ് കേട്ടോ. അതിനകത്ത് LED ആണെന്ന് തോന്നുന്നു. ആ അമ്പലത്തിനകത്തെ കാഴ്ചകളാണത്. പൂജയും വഴിപാടൊക്കെ ഉണ്ട്. നമ്മളിവിടുത്തെ പോലെ നമ്മൾ പൈസ അടച്ചാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുറച്ച് നേരം. അപ്പോൾ അവിടെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിൽക്കുന്ന അവിടുത്തെ പ്രധാന പൂജാരിയാണ്. ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ടാണ് അവരത് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഡ്രസ്സൊക്കെ മാറ്റി അവർക്ക് പ്രസാദമൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഹിന്ദു ടെമ്പിളാണ് അവിടുത്തെ. നമ്മുടെ വാങ്ങുന്ന ചന്ദനത്തിരി, കർപ്പൂരം എല്ലാം അവിടെ കത്തിക്കാം. അതുപോലെ തന്നെ എവിടെയും നമുക്ക് ചന്ദനത്തിരിയൊക്കെ വാങ്ങി കത്തിച്ച് അവിടെ വയ്ക്കാം. അതുപോലെ വിളക്ക് കത്തിക്കാം. അതൊക്കെ പ്രത്യേകം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങണം അവിടെ. വല്ലാത്തൊരു അന്തരീക്ഷമായിട്ടാണ് അത് കാണാനും കാഴ്ചയ്ക്കും മനസ്സിനും സുഖം കിട്ടുന്നൊരു അന്തരീക്ഷമാണ്. നല്ല മണവും ഒരു ഭക്തിയുടെ ഇത് നമുക്കവിടെ ഫീൽ ചെയ്യും അതിനകത്ത് നിൽക്കുമ്പോൾ. വളരെ നിശബ്ദമാണ് അവിടെ.
അവിടുത്തെ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ഒരു വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്നു. അതിന് അമ്പലത്തിൻ്റെ പുറകുവശത്ത് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഒരു വിയറ്റ്നാം കല്യാണം കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അവിടെ ഒരു ചെറിയൊരു കൺവെൻഷൻ സെൻറ്റർ പോലെ ഉണ്ട്. അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞ് വധുവും വരനും പുറത്തേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണാം. അത് കണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിവാഹ ചടങ്ങിൻ്റെ. അവരിത് കഴിഞ്ഞ് ടെമ്പിളിലോട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇതൊക്കെ അവരുടെ മതവിശ്വാസപ്രകാരം വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളാണ്. ഒരു ചെറിയ ഫൗണ്ടനാണ്. നിറയെ മീനാണ് കേട്ടോ. ഒരു വ്യത്യസ്തങ്ങളായ ഒരുപാട് മീനുകളുണ്ട്. അത് നമ്മുടെ പൊതുവെ അവിടെ എവിടെ പോയാലും കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ്. ഇതാണ് വധുവും വരനും കല്യാണം ഒന്ന് കഴിഞ്ഞ ഒരു അമ്പലത്തിലോട്ട് വരുവാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നടത്തമാകാം. നമുക്ക് സ്ട്രീറ്റിൽ കുറച്ച് നടന്ന് കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. അവിടെ ഏറ്റവും കൂടുതലുള്ള ഒരു ബൈക്കാണത്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മൾ ഇനി വേറൊരു ടെമ്പിളും കൂടി സന്ദർശിക്കുന്നുണ്ട്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഏകദേശം നമ്മളിപ്പോൾ ആദ്യം കയറിയ ടെമ്പിളിൻ്റെ അതേ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ. കാഴ്ചകളും അവിടുത്തെ നിശബ്ദ പ്രാർത്ഥനയും ഒക്കെ വളരെ നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ്. ഇതിവിടെ സൈക്കിൾ റിക്ഷകളാണ്. നമ്മൾ സാധാരണ ഓട്ടോറിക്ഷയിൽ പോകുന്നതിനേക്കാളും ചാർജാണ് ഇതിന്. പക്ഷേ അതൊരു പ്രത്യേക അനുഭവമാണ്. ഒത്തിരി ആൾക്കാർ അതിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ ടെമ്പിളിലാണ്. അവിടെ പൊതുവെ നല്ല തിരക്കായിരുന്നു. നമ്മൾ ആദ്യം കയറിയ ടെമ്പിളിനേക്കാളും നല്ല തിരക്കായിരുന്നു ഇവിടെ. പുരാതന കൊത്തുപണികളും വളരെ പ്രാചീന കാലത്തുണ്ടാക്കിയ കുറേ സ്റ്റാച്യൂസൊക്കെ അവരിപ്പോഴും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് തന്നെ. അവിടുത്തെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്ന സമയം പോയതറിഞ്ഞില്ല. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഗൈഡ് വന്ന് നമ്മളോട് പറഞ്ഞിനി കുറച്ച് ലഞ്ച് കഴിച്ച് വൈകുന്നേരത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് സിൻസ് വ്ലോഗ്.
അടുത്ത എപ്പിസോഡായിട്ട് ബാക്കി ഭാഗം ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിലൊരു ലോങ് വീഡിയോ ആയിപ്പോവും. ലോങ് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടില്ല, സ്കിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടുത്തൊരു എപ്പിസോഡായിട്ട് വിയറ്റ്നാമിലെ കുറച്ചുകൂടി കാഴ്ചകൾ ഉള്ള എപ്പിസോഡ് തുടരുന്നതായിരിക്കും. 1, 2, 3 എപ്പിസോഡ് കൊണ്ടൊന്നും തീരില്ല. വിയറ്റ്നാമിൽ ഒത്തിരി കാഴ്ചകളുണ്ട് കാണാൻ. സമയക്കുറവ് കാരണം നമുക്കെല്ലാ സ്ഥലത്തും പോകാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരങ്ങളിൽ പൊതുവേ നല്ല മഴയായിരുന്നു. മഴയായത് കാരണം നമുക്ക് പുറത്തെ കാഴ്ചകളോ വാക്കിംഗ് സ്ട്രീറ്റിലോ ഒക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ.